ധന്യമായ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനായ പ്രൊഫസർ ആർ ശശിധരൻ അവരുടെ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ മലയാള സാഹിത്യവേദിയിൽ, സാംസ്കാരിക വേദിയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന പരിണതപ്രജ്ഞനായ പ്രൊഫസർ സാനു മാസ്റ്റർ, ഇവിടെ പുസ്തക പരിചയം നടത്തിയ ശ്രീ വെണ്ണല മോഹൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രാന്തീയ പ്രചാരപ്രമുഖ് ശ്രീ എം ഗണേഷ് ജി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സഞ്ജയേട്ടൻ, ഇവിടെ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന പത്മജ എസ് മേനോൻ, മറ്റ് ഈ വേദിയെപ്പോലെ തന്നെ അതിനേക്കാൾ അപ്പുറത്ത് പ്രാധാന്യമുള്ള ആളുകൾ സദസ്സിലും സന്നിഹിതരായിട്ടുണ്ട്. വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സാനു മാസ്റ്റർക്ക് പുസ്തകം നൽകി ഇത് പ്രകാശനം ചെയ്യാൻ കിട്ടിയ ഒരവസരം സർവശക്തൻ എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഋഷിതുല്യനായ ഹരിയേട്ടൻ ഋഷി തന്നെയാണ്, തുല്യൻ എന്ന് പറയാം. കാരണം നമ്മുടെ ചില പാരമ്പര്യ സങ്കല്പങ്ങളിൽ അദ്ദേഹം ഒരുപക്ഷെ ഋഷിയായി ചിത്രീകരിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം കർമ്മം കൊണ്ട്, ഒരു പുരുഷായുസ് മുഴുവൻ അദ്ദേഹം ചെയ്ത പ്രവൃത്തി കൊണ്ട് അദ്ദേഹം ഋഷിയാണ്. ഋഷിക്ക് കവിയാകാനാകൂ, നല്ല എഴുത്തുകാരനാകാനാവും. പക്ഷേ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഹരിയേട്ടനെ പോലെ ഇത്രയും നല്ല മലയാള ഭാഷയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടേറെ ഭാഷകൾക്ക്, ഞാനിപ്പോൾ ഗവർണറായിരിക്കുന്ന സംസ്ഥാനത്ത് പോലും അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം അവിടെ പരിഭാഷപ്പെടുത്തി ഇത് രാജ്ഭവനിൽ അദ്ദേഹം വന്ന് ചെയ്യാം എന്നും പറഞ്ഞ് അതിന് ഓർഡറൊക്കെ ഔപചാരികമായി വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് പിന്നെ എത്തിച്ചേരാൻ സാധിക്കാത്ത വണ്ണം അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ അദ്ദേഹത്തിന് അശക്തനായെങ്കിലും അവിടെ വെച്ച ചടങ്ങ് പിന്നെ മറ്റൊരു സ്ഥലത്ത് വെച്ച് നടത്താനിടയായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ സാഹിത്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളുമുണ്ട്. സാഹിത്യം അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഉള്ളതാണോ, അതല്ല സാഹിത്യവും എഴുത്തുമൊക്കെ കാലത്തിൻ്റെ ആവശ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതേണ്ടതാണോ, എഴുതുമ്പോൾ ആരാണ് തൻ്റെ മുമ്പിലുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. നോബൽ സമ്മാനം കിട്ടിയ, ഏറ്റവും ഒടുവിലായി കിട്ടിയ ആളിൻ്റെ അഭിപ്രായത്തിൽ എഴുത്ത് ഒരു സിദ്ധിയാണ്. ആ എഴുത്ത് ഏതെങ്കിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടേണ്ടതല്ല എന്ന് പറയാറുണ്ട്. എം ജി വാസുദേവൻ അദ്ദേഹത്തിൻ്റെ 30ാമത്തെ വയസ്സിൽ എഴുതിയ എന്തുകൊണ്ട് എഴുതുന്നു, എഴുതാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് എന്നാണ്. അതേസമയത്ത് ബെന്യാമിൻ, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ നോവലിസ്റ്റായി ഈ അടുത്ത കാലത്ത് അംഗീകരിക്കപ്പെട്ട ബെന്യാമിൻ പറയുന്നത്, എനിക്ക് എൻ്റെ മുറിയിൽ, എൻ്റെ പഠനമുറിയിൽ, അവിടെ എൻ്റെ കസേരയിൽ ഇരുന്നെങ്കിൽ മാത്രമേ എഴുതാൻ സാധിക്കൂ. ഇങ്ങനെ വൈയക്തികമായ അഭിപ്രായങ്ങളുണ്ട്. ഹരിയേട്ടനെ സംബന്ധിച്ചൊരു എഴുത്തുകാരൻ നിലയ്ക്ക് ഈ പുസ്തകം സത്യത്തിൽ എനിക്ക് ഇപ്പം ഞാൻ ഇപ്പോഴാണ് കാണാനിടയായത്. സതീഷ് എനിക്ക് അതിൻ്റെ ചുരുക്കം അയച്ചു തന്നിരുന്നു. പക്ഷെ അത് നോക്കിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്തെങ്കിലും പറയാൻ ഞാൻ അശക്തനാണ്. അപ്പോൾ ഹരിയേട്ടൻ്റെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അത് വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഏത് വിഷയത്തെക്കുറിച്ചായാലും അദ്ദേഹം എഴുതുന്ന പോലെ മനോഹരമായി മലയാള ഭാഷയിൽ എഴുതാൻ കഴിയുന്ന എത്ര പേരുണ്ടെന്ന ചോദ്യം
നമ്മുടെ മുമ്പിൽ എൻ്റെ മുമ്പിൽ അവശേഷിക്കുകയാണ്. ഞാൻ പല പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരുടെ ഒക്കെ കാര്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുന്നയാളാണ്. എൻ്റെ ശ്രമത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഏതു മേഖലയിൽ ഹരിയേട്ടൻ എഴുതിയാലും അതിന് ആധികാരികതയുണ്ട്, അത് മനുഷ്യസ്പർശിയാണ്. താൻ ഇടപഴകുന്ന മനുഷ്യനെ ആത്യന്തികമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് അതേസമയത്ത് അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രപുനർനിർമ്മാണമാണ്, രാഷ്ട്രമെന്ന സങ്കല്പമാണ്, ഹിന്ദുത്വമെന്ന മഹത്തായ ആശയമാണ്. ആ ആശയത്തിൽ നിന്നുകൊണ്ട് അതിനെ സാധൂകരിക്കാനുള്ള യുക്തിഭദ്രമായ നിലപാടുകളാണ്. അത് പ്രസന്റ് ചെയ്യുമ്പം അതിൻ്റെ അകത്തിൽ അയർന്നലളിതമായ ഒരു ഭാഷ, ആ ഭാഷയിലൂടെയാണ് അദ്ദേഹം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യാനുസരണം അതിനെ ആർക്കും വേണമെങ്കിൽ എടുത്തുപയോഗിക്കാൻ സാധിക്കും. ഇതൊരു അത്ഭുത സിദ്ധിയാണ്. എഴുത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ശൈലിയുണ്ട്, ആ ശൈലിയിലാണ് എഴുതേണ്ടതെന്ന് പറയുന്ന, അതിന് ദുശാഠ്യം പിടിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ കേരളത്തിന് പുറത്ത് ഇംഗ്ലീഷിലായാലും അതുപോലുള്ള വലിയ പബ്ലിഷേഴ്സ് എല്ലാം അവർക്കൊരു എഡിറ്റിംഗ് സെക്ഷനുണ്ട്. ആ എഡിറ്റിംഗ് സെക്ഷൻ ഏത് വലിയ ആളിൻ്റെതായാലും അവരത് എഡിറ്റ് ചെയ്യും. വലിയ ശമ്പളമൊക്കെ കൊടുത്ത് അതിന് യോഗ്യരായ ആളുകളെ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്, മാക്മില്ലൻ എല്ലാം നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാത്തിലുമുണ്ട്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ ഒന്ന് ഒരു ജനങ്ങൾക്ക് അവരുടെ പാത്രം നോക്കി പകർന്നു നൽകേണ്ട ഒന്നായി ഭാഷയെ മാറ്റേണ്ടി വരുമ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമത്തെ ഒരിക്കലും മലയാളത്തിലെ എഴുത്തുകാരും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ അല്ല ആഗ്രഹിക്കുന്നത്. ഹരിയേട്ടന് വഴങ്ങാത്ത ഏത് മേഖലയുള്ളത്? ആ എഴുത്തിൻ്റെ മേഖലയിൽ ഓരോന്ന് വരുമ്പോഴും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യത്യസ്ത ഭാഷകൾ എഴുതിയത്, ഓർമ്മശക്തി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൈവം നൽകിയ സംഭാവനയായിരുന്നു. ഞാൻ അദ്ദേഹം രാജഗിരിയിൽ കിടക്കുമ്പം എൻ്റെ ADC ഉണ്ട്. എൻ്റെ ADC ഒരു സംഘ കുടുംബത്തിൽപ്പെട്ടയാളാണ്, നേവിയിലെ ഓഫീസറാണ്. അവിടെ വന്നപ്പോൾ എവിടാ സ്ഥലമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞപ്പോൾ, ഓഹോ, ധാർവാറിനടുത്ത് ഇന്നയാളല്ലേ, അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞപ്പം എൻ്റെ ഈ ADC ആയി വന്ന നേവി ഓഫീസർ പകച്ചുപോയി, അന്തം വിട്ടുപോയ സംഭവം അറിയാം. ഓർമ്മശക്തിയുടെ കാര്യത്തിൽ മറ്റൊരാളിനെയും ഹരിയേട്ടനോട് ഒപ്പം ദൈവം അനുഗ്രഹിച്ച അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഒന്ന് ഈ ഓർമ്മശക്തിയായിരുന്നു. മൊഴിമാറ്റം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം നോക്കിക്കോളൂ. ഈ ഒറിജിനലായി എഴുതിയ ആൾ എങ്ങനെയാണോ, ആ ഒറിജിനലായി എഴുതിയ ആളിൻ്റെ ആശയത്തിൽ ഒരു സ്ഥലത്തും അതിൻ്റെ തനിമ, അതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകാതെ എഴുതാനുള്ള സ്ഥിതിവിശേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗ്രഹണശക്തിയെപ്പറ്റി പറയേണ്ടതില്ല. കൂടുതലും സംഘവർക്കേഴ്സും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ആയിരുന്ന ആളുകളുള്ള ഒരു വേദിയാണ്. പരിജ്ഞാനത്തെക്കുറിച്ചും ഇതൊക്കെ ഇങ്ങനെ എല്ലാം ഒത്തിണങ്ങി ഒരാൾ, ഒരു പക്ഷേ എൻ്റെ അഭിപ്രായമാണ്, ഞാൻ ആരെയും ഒരു പോരായ്മയായിട്ട് പറയുകയല്ല, പൊതുസമൂഹത്തിലേക്ക് എഴുതുന്ന മേഖലയിലേക്ക് കൂടി അദ്ദേഹത്തിൻ്റെ തൂലികയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും എത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഹരിയേട്ടാ, മാതൃഭൂമിയിലോ DC-യിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇത്തരം പുസ്തകങ്ങൾ മറ്റു ജനങ്ങളിലേക്ക് എത്താൻ അത് സഹായകമല്ലേ? ഞാൻ പുരുഷത്വത്തെ കുറച്ച് പറയല്ല, അവ കൂടുതൽ പോകാൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഏതാണ്ട് ബോധ്യമുണ്ട്. പക്ഷെ ഒരിക്കലും അദ്ദേഹം ഞാൻ ചെയ്യുന്നതെല്ലാം തൻ്റെ ജീവിതം ഒരു പ്രസ്ഥാനത്തിലൂടെ ഈ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മിതിക്ക് വേണ്ടി കൊടുത്തതാണ്, ഹിന്ദു സമാജത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, അതിലൂടെ വിശ്വവിജയിയായി മാറുന്ന ഒരു രാഷ്ട്രത്തെപ്പറ്റിയുള്ള ചിന്തകളാണ്. അതുകൊണ്ട് അദ്ദേഹം തനിക്ക് കിട്ടുന്ന പ്രശസ്തിയെ സംബന്ധിച്ച് അല്ല, അല്ലെങ്കിൽ
എനിക്ക് സ്വാധീനമുണ്ട്. അവിടെയൊക്കെ പറഞ്ഞാൽ മാതൃഭൂമിയിലായാലും അല്ലെങ്കിൽ DC-യിലായാലും ഒന്ന് പറഞ്ഞാൽ ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പുള്ള കാലത്താണ് ഈ ഗവർണറും ആകുമ്പോഴല്ല, അതിന് മുമ്പ് തന്നെയാണ്. ബന്ധമുള്ളത് കൊണ്ട് പറഞ്ഞാൽ അവരെ നിരസിക്കില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഹരിയേട്ടൻ്റെ നിലപാടിൽ എല്ലാം താൻ ഉൾക്കൊള്ളുന്ന സംഘടനയുടെ 4 ചട്ടക്കൂടിനുള്ളിലാണ്. അതുവഴി തനിക്കൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പരമപൂജ്യ സർസംഘചാലക് പറഞ്ഞത്, അദ്ദേഹത്തെ സംബന്ധിച്ച് അടുത്തൊരു ജന്മം കിട്ടിയാലും ഈ ദൗത്യവുമായി പോകണം എന്ന ഒരാഗ്രഹം പ്രകടിപ്പിച്ചതായി അദ്ദേഹം എഴുതിയതായി സതീശൻ എനിക്ക് അയച്ചു തന്ന ആ ചുരുക്കം അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ചിന്തിക്കുന്ന അവസരത്തിലാണ് എഴുത്ത് വേണ്ടേ. നമ്മൾ മലയാളത്തിൻ്റെ സാഹിത്യരംഗത്തിൻ്റെ ഏറ്റവും വലിയ ശാപമെന്ന വാക്യം അനുഭവിക്കുന്നത് ഏറ്റവും വലിയ മോശത്തരം എന്തെന്ന് ചോദിച്ചാൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ ആശയങ്ങൾ, പുരോഗമന കലാസാഹിത്യ സംഘം ഉൾപ്പെടെയുള്ള, അതിനൊന്നും പുരോഗമന കലാസംഘത്തിൻ്റെ സൃഷ്ടികളെയും അതിൻ്റെ ആൾക്കാരെയും ആരെയും ഞാൻ മോശമാക്കുന്നില്ല. വലിയ സംഭാവനകൾ തന്നിട്ടുണ്ട്. നാടകരംഗത്തും കഥാരംഗത്തും കവിതാരംഗത്തും എല്ലാം വലിയ സംഭാവന അർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഊർജ വലിച്ചെടുക്കുന്ന സ്രോതസ് സോൾസനും സ്വകാരവും അതുപോലുള്ള എഴുതുന്ന ആളുകൾ അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെയും വേദനകളുടെയും എഴുത്തെല്ലാം ഭരണകൂടം എന്ന് പറഞ്ഞാൽ അത് ഏക പാർട്ടി സിസ്റ്റമാണ്. അതിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന യാതനകളുടെയും വേദനകളുടെയും സാഹിത്യം ഒരു ഭാഗത്തുണ്ട്. പക്ഷെ അതിൻ്റെ സ്വാധീന മേഖലയായിരുന്ന ഒരു വലിയ പ്രദേശമാണ് കേരളം എന്ന് അതിനെ മാനിച്ചുകൊണ്ട് തന്നെ, അതിനെ ചെറുതാക്കി കാണാതെ തന്നെ ആ ഒരു അനുകരണം, അന്ധമായ അനുകരണം നമ്മുടെ സാഹിത്യ മേഖലയിൽ ഉണ്ടാക്കിയ ദോഷങ്ങളെക്കുറിച്ച് പലപ്പോഴും ഇങ്ങനെ ഓർക്കാറുണ്ട്. ഇന്നും അതുപോലെ നിലകൊള്ളുകയാണ്. നമ്മുടെ കേന്ദ്രത്തിലെ സാഹിത്യ അക്കാദമി ഇറ്റ്സ് എൻ എലക്റ്റഡ് ബോഡി. ആ ഇലക്ട്രൽ ബോഡിയിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സംവിധാനത്തിന് വേണ്ടത്ര ഭൂരിപക്ഷമൊന്നുമില്ല. പക്ഷെ അതിനെ ഇന്നും ആ നിലയ്ക്ക് നിലനിർത്തിക്കൊണ്ട് നോമിനേഷന് പകരം അങ്ങനെ കൊണ്ടുപോകുന്ന ഇന്ത്യയിലെ സംവിധാനമുള്ളപ്പോൾ കേരളത്തിൽ അതല്ല. കേരള സാഹിത്യ അക്കാദമി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി ഭരിക്കുന്ന പാർട്ടിയുടെ കേഡറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ശൈലിയുള്ള ആളുകളെ നോക്കി നിൽക്കുമ്പോൾ തകരുന്നത് വളർന്നു വരുന്ന സാഹിത്യത്തിൻ്റെ കഥയായാലും ഏത് മേഖലയായാലും അവിടെ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്കില്ലേ എന്ന് ഞാനോ അല്ല, എനിക്കൊക്കെ ആശയപരമായിട്ടൊരു പ്രതിബദ്ധതയുള്ളവരാണ്. അല്ലാത്ത ആളുകൾ, നിഷ്പക്ഷരായ ആളുകൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ് നമ്മുടെ നാട്. 15-ാം നൂറ്റാണ്ടും 16-ാം നൂറ്റാണ്ടും ഒക്കെ എങ്ങനെയായിരുന്നു ഭാരതം? ആ ഭാരതത്തിൻ്റെ തിരിച്ചുവരവ് സമസ്ത മേഖലകളിൽ ഉണ്ടാകണം, സമഗ്രമായി ഉണ്ടാവണം. ആ ഉണ്ടാവേണ്ടത് ഏതെങ്കിലും രാജനൈതികതയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, സമഗ്രതയിൽ ഭാരതത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് 2014 പാർലമെൻറ്റിലേക്ക് ആദ്യം കടക്കുമ്പോൾ വർത്തമാന ഇന്ത്യൻ പ്രധാനമന്ത്രി അതിൻ്റെ സ്റ്റെപ്പുകളിൽ തൊഴുതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തിരിച്ചുവരവെന്നൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു. തിരിച്ചുവരവാണ്. ആ തിരിച്ചുവരവ് ഇറ്റ് ഈസ് നോട്ട് നെഗറ്റീവ്, ഒരിക്കലും നെഗറ്റീവ് അല്ല. അവിടെയാണ് ഹരിയേട്ടൻ്റെ എഴുത്തുകളുടെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ലാക്ക് ഓഫ് നെഗറ്റീവിസം, ഇറ്റ് ഈസ് പോസിറ്റീവിസം. പോസിറ്റീവിസം അല്ലേ നമുക്ക് ആവശ്യമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? സർഗാത്മകതയിൽ ഊന്നിക്കൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളുകയും രാഷ്ട്രം വികസിച്ച് വിശ്വവിജയിയായി നമ്മുടെ നാട് മാറണം, വിശ്വഗുരുവാകണം എന്ന് ചിന്തിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഗുരുദേവൻ്റെ 64ഓളം എല്ലാം കൂടെ കൂട്ടിയാൽ 64 വരും, 56 മറ്റോ ഉള്ളൂ എന്ന് പറയുന്നത്. പക്ഷേ ലേഖനങ്ങളെല്ലാം കൂടെ കൂട്ടി 64 വരുമെന്നൊരാൾ എഴുതിയത് ഞാൻ വായിച്ചു. ഈ 64
അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ, അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കിയാൽ എവിടെയെങ്കിലും ഒരു നെഗറ്റീവിസത്തിന്റെ ഒരു വാക്ക് പറയാൻ സാധിക്കും? ഒരു സിംഗിൾ വേർഡ്? ശിവനെ പ്രതിഷ്ഠിച്ചത്, ഉച്ചനീചത്വം കൊണ്ട് യാതന അനുഭവിക്കേണ്ടി വന്നത്, അപമാനിക്കപ്പെടുന്ന സമൂഹം, ക്ഷേത്രപ്രവേശനം, വഴി നടക്കാമായി ഒരുപാട് തെറ്റുകളുണ്ട്. ആ തെറ്റുകൾക്കെതിരെ നവോത്ഥാനത്തിന്റെ നായകനാകാൻ ശ്രീനാരായണ ഗുരുദേവന് സാധിച്ചു. പക്ഷെ ശ്രീനാരായണ ഗുരുദേവൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അതിന് കാരണക്കാരെന്ന് മറ്റുള്ളവർ പറയുന്ന ഹിന്ദു സമൂഹത്തിൽ തന്നെ ഉയർന്ന തലത്തിലുള്ള ആൾക്കാർ, അതൊന്നും ഞാൻ പേരുകളെ കുറിച്ച് ഞാൻ പോകുന്നില്ല. പക്ഷെ അവരെ എന്തെങ്കിലും തരത്തിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ട്, അവരെ ചെളിവാരി എറിഞ്ഞുകൊണ്ട് അവരെ മോശക്കാരാക്കി ഒരു വാക്ക് പോലും ഇല്ലെങ്കിൽ, ഐ വുഡ് ലൈക്ക് ടു സേ ഇറ്റ് ഈസ് പോസിറ്റീവിസം. അതാണ് പോസിറ്റീവിസം. ഈ പോസിറ്റീവിസം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പൊ കേരളത്തിൽ എവിടെയെങ്കിലും ചിരട്ടയിൽ ചായ കൊടുക്കുന്ന സ്ഥലമുണ്ട്. ഇന്ന സമുദായക്കാരനാണ് ചിരട്ടയില്, മറ്റേ ഗ്ലാസ്സില്, ഈ തരത്തിലില്ലേ? നിങ്ങൾ മതിലയിലേക്ക് പോവുക. മതിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഈ മതിലിനപ്പുറം ഇന്ന ആൾക്കാർ, ഈ മതിലിനപ്പുറം ഇന്ന ആൾക്കാർ. അവിടെയും നവോത്ഥാന പ്രക്രിയ നടത്തും. ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായി സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി, ഉച്ചനീചങ്ങൾക്കെതിരായി നവോത്ഥാനം എന്നതിന് പേരിടാമോ എനിക്കറിയില്ല. പക്ഷെ അവരത് പറഞ്ഞപ്പോൾ അവരുപയോഗിച്ച വാക്കെന്താ? ആ വാക്കിന്റെ തിക്തഫലം നമ്മൾ ഇന്ന് അനുഭവിക്കുകയാണ്. 2 മാസം മുമ്പ് മധുരക്കടുത്തൊരു ക്ഷേത്രത്തിൽ ആരാണോ ഈ ഉപരിതലത്തിലുള്ള ഹിന്ദു സമാജത്തിന്റെ ഉപരിതലത്തിൽ എന്ന് പറഞ്ഞവര്, അവരാരും അവിടെ ഇല്ല. അവരെ കാണുകയും മൂർഖം പാമ്പിനെ കണ്ടാൽ അതിനെ അടിച്ചു കൊല്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നാട് വിട്ടുപോയി. തിരുവനന്തപുരത്തേക്ക് കുറെ ആൾ വന്നു, ബാംഗ്ലൂരിലേക്ക് പോയി. അമേരിക്കയിലെ ശാസ്ത്ര പ്രതിഭകളെ പരിശോധിച്ചാൽ ആ ലിസ്റ്റിൽപ്പെട്ട പോയ ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കും. അന്ന് 4% ഇപ്പം 1% താഴെയാണ്. അവരല്ല, ആ ഗ്രാമത്തിലെ 2 സമുദായം ഒന്നിച്ച് ചേർന്ന് ഭൂരിപക്ഷം ഉള്ളവർ എല്ലാവർക്കും തുറന്നു കൊടുത്തെങ്കിൽ ആരും അമ്പലത്തിലേക്ക് പോകണ്ടായി. ആ അമ്പലം അടച്ചു കൂട്ടേണ്ടി വന്നു. ഞാനിത് രണ്ടും പറയുന്നത് നെഗറ്റീവും പോസിറ്റീവുമാണ്. ഗുരുദേവന്റെ പോസിറ്റീവിസം, ആ പോസിറ്റീവിസത്തിൽ അദ്ദേഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ 1955 56 ഇറങ്ങിയ സോമനീറിന്റെ ഒരു കോപ്പി ഞാൻ സംഘടിപ്പിച്ച് എൻ്റെ കൈവശമുണ്ട്. 3 പ്രമുഖരായ ആൾക്കാർ എഴുതി, ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയതയെ കേരളം നിരാകരിച്ചു, അദ്ദേഹത്തിന്റെ നവോത്ഥാനത്തെ 2 കൈയും നീട്ടി മലയാളി സ്വീകരിച്ചു, വിജയശീലരാണ് എന്നുള്ളത് ഔപചാരികമായി ഇറക്കിയ സോമനീറിൽ 1955 ഇറക്കിയ സോമനീറിൽ പറയുന്നതാണ്. പറഞ്ഞ ആളിന് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ തിരൂരിൽ നിന്നുള്ള ആളെ വലിയ ചിന്തകനോ ഒക്കെയായി. പക്ഷെ ഗുരുദേവന്റെ ഏതെങ്കിലും ഒരു കൃതി പരിശോധിച്ചാൽ, ദൈവദശകം തൊട്ട് എല്ലാം പരിശോധിച്ചോളൂ, ആത്മീയതയുടെ ആത്മാംശമില്ലാത്ത ഒരു കവിതയും ഒന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. ശ്രീനാരായണ കുമാരനാശാനോട് പോലും എഴുത്തിന്റെ വഴികാട്ടിയായി പറഞ്ഞപ്പോൾ അദ്ദേഹം ഭാവനയും എല്ലാം പറഞ്ഞ ശേഷം ഇന്ന കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇതെല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. സൗത്തിന്റെ മുഴുവൻ നോക്കിക്കോളൂ. 12ാം നൂറ്റാണ്ടില് വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്ന മാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്താവായി മാറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കും, ആ മാറ്റം 12ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതും പോസിറ്റീവായിരുന്നു. ആ പോസിറ്റീവിസത്തിൻ്റെ ഗുണങ്ങൾ അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും ഈ സമയക്കുറവ് കൊണ്ട് അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇവിടെ ഒരു തിരിച്ചുവരവാണ്. അത് സമഗ്രതയിൽ വേണം. ഇത് പോസിറ്റീവിസത്തിൽ ഊന്നിയ ഹരിയേട്ടൻ്റെ പ്രധാനപ്പെട്ട കൃതികളിലെല്ലാം ഈ പോസിറ്റീവിസമായിരുന്നു. എല്ലാം നാടിന് വേണ്ടിയാണ്, എല്ലാം സമാജത്തിന് വേണ്ടിയാണ്. അതിനുവേണ്ടി വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ എല്ലാം അടിസ്ഥാന വർഗത്തിൻ്റെ പ്രത്യയശാസ്ത്രം അതിനനുസരിച്ച് സാഹിത്യകാരൻ വ്യാഖ്യാനിക്കേണ്ടതാണെന്നുള്ള കടുംപിടുത്തത്തോടെയല്ല നമ്മൾ സമീപിച്ചത്. പക്ഷെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ കേരളക്കരയിൽ തന്നെ നമ്മൾ ഓരോന്ന് ചിന്തിച്ചാൽ, ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ആ ബ്രിട്ടീഷുകാരെ കൊടുത്ത പേര്
സ്വാമി വിവേകാനന്ദനെ പറ്റി അടുത്ത കാലത്ത് അവരുടെ രേഖകളിൽ നിന്ന് വിളിപ്പത് എ ടഫ് പൊളിറ്റീഷ്യൻ ഇൻ സഫോൺ ഡ്രോപ്സ് എന്നാണ് പറഞ്ഞത്. വിവേകാനന്ദൻ എവിടെയെങ്കിലും രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? വിവേകാനന്ദൻ്റെ ഏതെങ്കിലും ഒരു കൃതി വായിച്ചാൽ സായിപ്പന്മാരെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം നെഗറ്റീവിസത്തിലേക്ക് പോയിട്ടുണ്ടോ? അതുകൊണ്ടാണ് അദ്ദേഹം സമാധിയായപ്പോൾ ടാഗോർ പറഞ്ഞു, വിവേകാനന്ദ എ മെൻ ഓഫ് നോ നെഗറ്റീവിസം. പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആഞ്ഞടിക്കാൻ കെൽപ്പുള്ളവരെ വാർത്തെടുത്ത ഏറ്റവും വലിയ ചാലകശക്തി ആരെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം സ്വാമി വിവേകാനന്ദൻ എന്നാണ്. വിവേകാനന്ദൻ അരവിന്ദനായാലും ബങ്കിം ചന്ദ്ര ചാറ്റർജി ആയാലും നേതാജി സുഭാഷ് ചന്ദ്രബോസ് 14 വയസ്സാകുന്നതിന് മുമ്പ് വിവേകാനന്ദൻ്റെ എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം വായിച്ചിരുന്നു എന്നാണ്. ഗാന്ധിജി എഴുതിയിട്ടുണ്ട്. ഗാന്ധിജി എഴുതിയിട്ടുള്ളത്, ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി ഒരു തവണ വിവേകാനന്ദൻ്റെ പുസ്തകങ്ങളിലൂടെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഊർജം 1000 മടങ്ങ് വർദ്ധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ചയെ കത്തിച്ചൊലിപ്പിക്കാൻ സ്വാമി വിവേകാനന്ദനോട് ശ്രമിച്ചപ്പോൾ വിവേകാനന്ദൻ്റെ കൃതികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും പണ്ഡിതന്മാരായ ഒട്ടേറെ ആളുകളിരിക്കുന്ന വേദിയാണ്. നോ നെഗറ്റീവിസം എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ടാഗോർ പറയാൻ ഇടയാക്കിയപ്പോൾ കരണീയമായൊരു മാർഗം, ഭാരതത്തിൻ്റെ മാർഗം അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ നമ്മുടെ സാംസ്കാരിക ദേശീയത, ആ ദേശീയതയുടെ തിരിച്ചുവരവാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി, വർത്തമാന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഗുരുവായൂർ വന്നപ്പോൾ ഇത് സംഘടിപ്പിക്കുന്ന സംഘടനയുടെ ഈ ലക്ഷ്മിഭായ് ധർമ്മപ്രകാശൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ പോയി കണ്ടപ്പോൾ അദ്ദേഹം അന്വേഷിച്ചത് ഹരിയേട്ടനെ കുറിച്ചായിരുന്നു, ഹരിയേട്ടൻ്റെ എഴുത്തിനെ കുറിച്ചായിരുന്നു. നമ്മൾ ആലോചിക്കുക, വേണ്ടത്ര എത്തേണ്ടിടത്തേക്ക് അത് എത്തിക്കാൻ ഉള്ള ശ്രമത്തിൽ നമുക്ക് കൂടുതൽ പങ്ക് വഹിക്കേണ്ടതായിരുന്നില്ലേ, ചെയ്യേണ്ടതായിരുന്നില്ലേ എന്നൊരു ചോദ്യം അവശേഷിക്കുകയാണ്. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത്. അതിനും 90 കൊല്ലം മുമ്പാണ് ഞാനിപ്പോഴുള്ള ഗോവയിലെ പോർച്ചുഗീസുകാർ വന്നത്. ഇതെല്ലാം വന്ന മാർഗം, അതിന് പറഞ്ഞിരുന്ന പേര് സിൽക്ക് വേ എന്നാണ്, സിൽക്ക് റൂട്ട്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ പുസ്തകം ബ്രിട്ടീഷുകാരൻ എഴുതിയ, ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞനും ചരിത്രകാരനും എഴുതിയ പുസ്തകത്തിന് ഗോൾഡൻ റൂട്ട് എന്ന പേര് കൊടുത്തിരിക്കുന്നു. ഗോൾഡൻ റൂട്ട്. ആ ഗോൾഡൻ റൂട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കറിയില്ല, ചൈനയ്ക്ക് വരാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ചൈന ഗോൾഡൻ റൂട്ടിലൂടെ സഞ്ചരിച്ചവരല്ല. 10-ാം നൂറ്റാണ്ട്, 11-ാം നൂറ്റാണ്ട്, 12-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് പോയ കുരുമുളക്, അതാണ് ഈജിപ്തിലെ നമ്മൾ കാണുന്ന വലിയ പിരമിഡുകളുടെ അടിയിൽ ശവശരീരങ്ങളെ ഒക്കെ നിലനിർത്താൻ ഉപയോഗിച്ചത്. ഇവിടുന്ന് പോയ കാര്യങ്ങളാണെന്ന് വരുമ്പോൾ ആ റൂട്ടിൻ്റെ പേരാണ് സിൽക്ക് റൂട്ട്. അതിനെ അദ്ദേഹം ഇപ്പോൾ ആ പുസ്തകത്തിന് ഇട്ടിരിക്കുന്ന പേര് ഗോൾഡൻ റൂട്ട് എന്നാണ്. ഗോൾഡൻ റൂട്ട്. ഗോൾഡൻ റൂട്ട് ഉണ്ടായിരുന്ന നാടാണിത്. ചൈനയ്ക്കത് പറയാൻ സാധിക്കുമോ? ചൈന അതിനെ കൊട്ടിഘോഷിച്ച് ലോകത്തിലെ വലിയ ശക്തിയായി. ഞാൻ ചൈനയെ കുറച്ച് കാണുകയല്ല, പക്ഷെ ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ഗ്രോത്ത് റേറ്റിൽ താഴോട്ട് പോകാതെ കുതിച്ചു മുന്നോട്ട് പോകുന്ന ലോകത്തിലെ ഒരേ ഒരു സാമ്പത്തിക ചാലക ശക്തി ഭാരതമായി മാറിയിരിക്കുന്നു. അങ്ങനെ മാറുമ്പോൾ ചൈനയ്ക്ക് അത് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ദർ ഇസ് നോ ഡെമോക്രസി. ഒരാൾ മുടക്കിയ ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നതാണ്, ഒരു പ്രശ്നമുണ്ടായാൽ അയാൾക്ക് എന്ത് സംഭവിച്ചു, അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, അണ്ടർഗ്രൗണ്ടിലാണോ ജയിലിലാണോ എന്നറിയാൻ ആ മുടക്കിയ എൻ്റെ രാജ്യക്കാരന് സാധിക്കുമോ? ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കി ഒരു വ്യവഹാരം നടത്തണം. വേർ ഈസ് ദ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി? സർക്കാരുമായി ബന്ധപ്പെട്ട് ഒരു നെറുകേടുണ്ടായാൽ ആ മുടക്കുന്ന ആളിന് അവിടെ പോയാൽ അത് കിട്ടുമോ? വെർ ഈസ് ഫ്രീ പ്രസ്? ഇത്തരം ഒട്ടേറെ ചോദ്യങ്ങളുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത്. പോരായ്മകളുണ്ടാവാം, ഞാനതിനൊന്നും
ഒരു ഗവർണർ എന്നുള്ള നിലയിൽ ഞാൻ അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് രാഷ്ട്രീയക്കാരെ പോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന നമ്മുടെ നാടിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നമ്മെ കീഴടക്കിയ ബ്രിട്ടീഷുകാരും ഫ്രാൻസും എല്ലാം തള്ളി മാറ്റിയാണ് അഞ്ചാമത്തെ ലോകശക്തിയായി നമ്മൾ മാറിയത്. ആരെയാ മാറ്റിയത്? ഈ രണ്ട് രാജ്യങ്ങളെയാണ്. അപ്പം നമുക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം രത്നഗർഭയായ ഭാരതം 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട്, രത്നഗർഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹിത്യവേദിയിൽ തന്നെ ഷേക്സ്പിയറിൻ്റെ 2 നാടകങ്ങളിൽ പറയുന്ന യുവാവ്, കിഴക്ക് നോക്കിയായ യുവാവ്, എല്ലാ പ്രത്യാശയും കിഴക്കാണ്, അത് ഇന്ത്യയാണ്, ഭാരതമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ബുക്കുകൾക്ക് വ്യാഖ്യാനം നൽകുന്നവർ എഴുതിയാലും നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് പണ്ഡിതന്മാർക്ക് അത് അറിഞ്ഞു പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ ഏറ്റവും ഒടുവിലായി ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ച ടെല്ലവീവിലെ വിദഗ്ധന്മാരുടെ വൈദഗ്ധ്യം, നമുക്കെല്ലാവർക്കും ഒരു കാര്യം അറിയാം. ജെ.സി. ബോസാണ് നമ്മുടെ ഈ ചെടികൾക്കും മരങ്ങൾക്കുമെല്ലാം ജീവനുണ്ടെന്ന് നമ്മളോട് പ്രഖ്യാപിച്ചത് മാത്രം നമുക്കറിയാം. പക്ഷേ അതിന് നമ്മുടെ എല്ലാ മനുഷ്യരെ പോലെ തന്നെ പ്ലാൻ നെർവ് സിസ്റ്റം ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതിനെ ക്രെസ്കോഗ്രാഫ് ഉപയോഗിച്ചുകൊണ്ട് അളന്നത്, അത് അളന്നപ്പോൾ ഓരോ വികാരങ്ങളും മരങ്ങൾക്കുണ്ടാകുന്നു. ഇത് 1901 സ്ഥാപിച്ചതാണ്. ഇപ്പോൾ ടെല്ലവീവിൻ്റെതായി അത് വന്നപ്പോൾ, ഇസ്രയേലിൻ്റെ ക്യാപിറ്റലിലെ പ്രൊഫസർമാരുടേതായി വന്നപ്പോൾ ലോകം അന്താളിച്ച് നിൽക്കുകയാണ്. ഞാനൊരു സ്ഥലത്ത് വായിച്ചു, നമ്മുടെ ജോർജ് ബെർണാഡ് ഷാ പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. ജെ.സി. ബോസ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഈ പറഞ്ഞ മെഷീനും ഉപയോഗിച്ചിട്ട് ക്രെസ്കോഗ്രാഫ് ഉപയോഗിച്ച് അത് ഒരു കാബേജ് അങ്ങനെ ഇട്ടപ്പോൾ കാബേജിൻ്റെ ആ ചൂട്, വെള്ളം ഇങ്ങനെ ചൂടാകുമ്പോഴുണ്ടാകുന്ന വേദനയെ ഒപ്പിയെടുത്ത് കാണിച്ചപ്പോൾ ബെർണാഡ് ഷാ കരഞ്ഞുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ലണ്ടനിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ ശ്രമിച്ചു, ബോധ്യപ്പെട്ടു. പക്ഷെ അതിനെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കാലത്തിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലയിലും തിരിച്ചുവരവ് ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായും നമുക്ക് തിരിച്ചുവരവ് കൂടിയേ തീരൂ. ആ തിരിച്ചുവരവിനുള്ള പോസിറ്റീവായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. 2014 യോഗ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ വെറും 13 രാജ്യങ്ങളാണ്. അതും നരേന്ദ്രമോദിയോടും ഇന്ത്യയോടും ഇഷ്ടമുള്ളത് കൊണ്ട് അവർ അനുകൂലമായിട്ട് തലകുലുക്കിയവരാണ്. പക്ഷെ ഇന്ന് 153 രാജ്യങ്ങളും UN-ഉം അത് അംഗീകരിക്കുമ്പോൾ അവിടെയാണ് ഒരു നാടിൻ്റെ തിരിച്ചുവരവ്. ഹരിയേട്ടൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൗനം പോലും മഹാശബ്ദമായിരുന്നു. അദ്ദേഹം മൗനിയായിരുന്നാലും അദ്ദേഹത്തിന് മഹാശബ്ദം പുറപ്പെടുവിക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വച്ഛശീതളമാ മണ്ണിലൂടെ ഉള്ള പ്രയാണം മാത്രമല്ല, ഏത് വിഷമഘട്ടങ്ങളിലുമുള്ള ഇന്ത്യയുടെ ഏത് ഭാഗത്തും പോയി ഒപ്പിയെടുത്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ രാഷ്ട്രത്തിൻ്റെ ഏകതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷാമൊഴികൾ, ആ ഭാഷാമൊഴികളിലെല്ലാം ഉൾനാടൻ ഗ്രാമങ്ങളുടെ തുടുപ്പുകൾ ഉണ്ടായിരുന്നു. അത് കേരളത്തിലെ കുട്ടനാടോ അല്ലെങ്കിൽ കോഴിക്കോടോ ഒന്നുമല്ല, ഈ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും അദ്ദേഹം പോയിട്ടുണ്ടായത്. ഏറ്റവും ഒടുവിലായി ഭഗവത്ഗീതയായാലും നമ്മുടെ ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം, ആ വ്യാഖ്യാനത്തോട് 100% യോജിക്കാത്തവരുണ്ടാകാം. അത് റൈറ്റ് ടു ഡിഫറാണ്. പക്ഷെ ആ വ്യാഖ്യാനത്തിൻ്റെ ശൈലികളിൽ അതൊക്കെ സാമാജിക ജീവിതത്തിൻ്റെ പൊതുസ്വത്തായി മാറേണ്ടതായിരുന്നു എന്ന് കരുതുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ മാറ്റം ഉണ്ടാകണം. ആ മാറ്റത്തിന് വേണ്ടി സജ്ജമാക്കാൻ നമുക്ക് സാധിക്കണം. തലമുറകളെ, പുതിയ കുട്ടികളെ, അവരുടെ ലോകം നമ്മുടെ ഏതെങ്കിലും ചുറ്റുപാടുകൾ ഒതുങ്ങി നിൽക്കുന്നതല്ല, മാതാപിതാക്കളുടെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അവർക്ക് ലോകം മുഴുവൻ ഇന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമ്പോൾ ഇതാ ഈ ഒരു മണ്ണ്, നമ്മുടെ പൂർവികര്, നമ്മുടെ ചരിത്രം, ഇതിലൂടെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കണം. ഹരിയേട്ടൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ
സമഗ്ര ജീവിതത്തിൻ്റെ പന്ഥാവ്, ആ ഭ്രമണപഥം എങ്ങോട്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രത്തിൻ്റെ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഈ രാഷ്ട്രം വരിക എന്നുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം ഒരിക്കലും പ്രചരണങ്ങളോ, എൻ്റെ ഒരു അനുഭവം മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനപ്പെട്ട ചുമതലക്കാരിൽ ഒരാൾ അണ്ടർഗ്രൗണ്ട് വർക്കിൻ്റെ ചുമതലക്കാരനായിരുന്നു. 1977 ഇലക്ഷനിൽ ആരാണോ 3 തവണ സംഘത്തെ നിരോധിച്ച ഈ നാട്ടിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ 3 തവണയും സമരത്തിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ പല ആളുകളും മിസൈലൊക്കെ കിടന്നവരാണ്. പ്രവർത്തന രംഗത്തുള്ളവർക്കറിയാം, ആദ്യത്തെ ബാച്ചിനെ സജ്ജമാക്കുമ്പോൾ ഏകാധിപത്യത്തോട് ഏറ്റുമുട്ടേണ്ടി വരുമ്പോൾ കരുത്തരാണ്. ആ കരുത്തിനെ കരുത്ത് കൊണ്ട് നേരിട്ടാൽ എന്തെന്നുള്ള, ഞാൻ ആദ്യത്തെ ബൈഠക്കിൽ പങ്കെടുത്ത, ഞാൻ പേരൊന്നും പറയുന്നില്ല, എന്നുള്ളൊരു ശൈലിയിലായിരുന്നു തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ആഹ്വാനം. പക്ഷേ പൂജനീയ സർസംഘചാലൻ ജയിലിൽ കിടന്നെന്ന് പറഞ്ഞു, നോ ഗാന്ധിയൻ വേ. അതുകൊണ്ടാണ് 75 ആ ഏകാധിപത്യത്തിനെതിരായി പോരാട്ടത്തിന് പോകുമ്പോൾ ഒരു തോർത്ത് മാത്രം, തല പൊട്ടിയാൽ കെട്ടാൻ ഒരു തോർത്ത് മാത്രം, ഗാന്ധിജിയുടെ ബാധ്യം ധരിച്ച്, അന്നത്തെ മുദ്രാവാക്യങ്ങളൊക്കെ എൻ്റെ കൈവശം കുറേ ഉള്ളത് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എത്ര ദീർഘദൃഷ്ടിയോടെയാണ് ഒരു രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള ആളുകൾ, അവർ ബറോഡ ഡൈനാമിറ്റ് കേസും നമ്മുടെ കേരളത്തിൽ ഇടുക്കി പദ്ധതി വരുമ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമെല്ലാം നടത്തിയപ്പോൾ രാഷ്ട്രം വലുതാണ്, സമാധാനപരമായ ധർമ്മത്തിൻ്റെ പാതയിലൂടെ ഈ രാഷ്ട്രത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ ആ ഒരു നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ മാറ്റമുണ്ടായി. ആ മാറ്റമൊന്നും രാഷ്ട്രീയമായി നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. 77 തെരഞ്ഞെടുപ്പിനെ അനാലിസ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പുറത്തിറക്കിയ എൻ്റെ ഒരു പുസ്തകമുണ്ട്, ഡാർക്ക് ഡേയ്സ് ഓഫ് ഡെമോക്രസി. ഒരു ചാപ്റ്റർ ഞാൻ അനാലിസ് ചെയ്താണ്. ഗവർണർ രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾ ദയവ് ചെയ്ത് കരുതരുത്. ഇനിയെങ്കിലും ആ മർമ്മം മനസ്സിലാക്കാൻ സാധിക്കണം. കേരളത്തിൽ 20 സീറ്റിൽ 20 സീറ്റും ഏകാധിപത്യത്തിന് അനിയിട്ട് വാഴ്ത്താൻ കൊടുത്ത 77 കേരളത്തിലെ വോട്ടർമാരെ ഞാൻ ഓർക്കുന്നു. കർണാടകത്തിൽ 28 സീറ്റിൽ 26 സീറ്റും ആ ഏകാധിപതിക്ക് കൊടുത്ത ആളുകളെ ഞാൻ ഓർക്കുന്നു. തമിഴ്നാട്ടിലെ 39 സീറ്റിൽ ADMK ഉൾപ്പെടെ അന്ന് 34ഉം ആ ഏകാധിപത്യം വേണമെന്ന നിലക്ക് രേഖപ്പെടുത്തപ്പെട്ട തമിഴ്നാടിനെ ഓർക്കുന്നു. എൻ്റെ ഗോവ 100% സീറ്റും കൊടുത്തത് ഏകാധിപത്യത്തിന് വേണ്ടിയായിരുന്നു. ആന്ധ്രാപ്രദേശ് 82% of the seats secured by that autocratic ruler. She is no more. ഇത് നടന്നപ്പം ഉത്തരേന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾ അതിനെ എന്താ വിളിക്കുന്നത്? കൗ ബെൽറ്റ്. ശരിയാണ്, എഴുത്തുമാനം അറിയാത്തവരാണ്. പത്രങ്ങൾ വായിക്കാൻ സാധിക്കില്ല. പത്രങ്ങളെല്ലാം അച്ചടിക്കണമെങ്കിൽ ദേശാഭിമാനി പോലും അച്ചടിച്ചാൽ, മനോരമ അച്ചടിച്ചാൽ കളക്ട്രേറ്റിൽ പോയി 11:30 മണിക്ക് അവിടെയുള്ള ഓഫീസറുടെ, സെൻസർഷിപ്പ് ഓഫീസറുടെ ഒപ്പ് വാങ്ങിയെങ്കിലും പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം KM മാത്യുവും അന്നത്തെ എഡിറ്റർമാരും ജയിലിൽ കിടക്കേണ്ടി വരും. ഈ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. 3 നിയമങ്ങൾ പാസ്സാക്കി. പ്രസ് സെൻസർഷിപ്പ് ലോ, അതിനുശേഷം പാസ്സാക്കിയതാണ് പാർലമെന്റിലെ റിപ്പോർട്ട് പാടില്ല എന്നുള്ള നിയമം. 3ാമത്തെ നിയമമായിരുന്നു പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഏകാധിപത്യം അരക്കിട്ട് വാഴ്ത്തി. കോടതിയിൽ പോകാൻ നിർവാഹമില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇല്ലാതാക്കി. ഈ ഒരു കാലഘട്ടത്തിൽ ഉത്തരേന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾ കൗ ബെൽറ്റ്, അവര് 71 തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് യുദ്ധം കഴിഞ്ഞ് 231 സീറ്റിൽ 222 സീറ്റും ശ്രീമതി ഗാന്ധിക്ക് കൊടുത്ത 71 തെരഞ്ഞെടുപ്പ്, അതേ ആളുകൾ 77 തെരഞ്ഞെടുപ്പിൽ വെറും 2 സീറ്റ് മാത്രം. ബാക്കിയെല്ലാം അന്നത്തെ മാറ്റത്തിന് വേണ്ടിയുള്ള JP മൂവ്മെന്റിന്റെ ഭാഗത്തേക്ക് വന്നതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയത്. അതുകൊണ്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ലോകമെല്ലാം പറഞ്ഞത്, ഇതാ ഇന്ത്യയിലെ ജനങ്ങൾ
അവർ നമ്മൾ ഈ കാടിനെയൊക്കെ പൂജിക്കുന്നവരാണ്, പാമ്പിനെയൊക്കെ. പക്ഷേ ലോകത്ത് ഏറ്റവും ജനാധിപത്യ ബോധമുള്ളവർ അവരാണെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ? സാധിക്കേണ്ടതല്ലേ? 50-ാം വർഷത്തിലേക്ക് എത്തുകയാണ്. ഹരിയേട്ടൻ ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശൈലി എന്നും സംഘടനയുടെ ചട്ടക്കൂടിനെ അദ്ദേഹം ഒരിക്കലും ലംഘിച്ചിട്ടില്ല. പക്ഷേ സംഘടനയുടെ ചട്ടക്കൂടിനപ്പുറത്തേക്ക് എഴുത്തിൻ്റെ മേഖലയിൽ ഭൗതിക തലത്തിൽ ബുദ്ധിജീവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അതിരുകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഇവിടെ പുസ്തകത്തിലെ കണ്ടന്റ് പറഞ്ഞപ്പോൾ യൂസഫ് അലി കച്ചേരിയും കൂടെ വരട്ടാണെന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഉന്നത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം യൂസഫ് അലി കച്ചേരി അത്തരം ആളുകളിലേക്കെല്ലാം എത്തിപ്പെട്ട് അവരിലൊക്കെ യഥാർത്ഥ ദേശീയതയുടെ സന്ദേശം എത്തിക്കാനും അവരിലൊക്കെ മാറ്റത്തിൻ്റെ ബിന്ദുക്കൾ അത് വാരി വിതറാനും കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് അദ്ദേഹത്തെ കാണണം. ഞാൻ അവസാനം പറഞ്ഞൊരു കാര്യം ഞാൻ വിട്ടുപോയി. ഇതെല്ലാം കഴിഞ്ഞ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പിൻവലിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്, അന്ന് ഞാൻ വിദ്യാർത്ഥി ചുമതലയിലുണ്ടായിരുന്ന ആളാണ്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടർ വന്നു, അണ്ടർഗ്രൗണ്ട് വർക്ക് എങ്ങനെയാണ്, അണ്ടർഗ്രൗണ്ട് വർക്കിനെ പറ്റി ഏറ്റവും കൂടുതലെന്ന് സേതുവട്ടം എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും അതിലേറ്റവും സീനിയറായിട്ടുള്ള എല്ലാ കാര്യം അറിയാവുന്ന ആൾ ഹരിയേട്ടനായിരുന്നു. എന്നെ ഹരിയേട്ടൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. ഞാൻ ആരെയും കൂട്ടി, പത്രപ്രവർത്തകരല്ലേ, അന്നും എന്നെപ്പോലുള്ള രാഷ്ട്രീയം ഉള്ളിലുള്ളവർക്ക് പബ്ലിസിറ്റി ഒരു രോഗമാണല്ലോ. ഞാൻ കൊണ്ടുപോയി ഹരിയേട്ടൻ്റെ അടുത്ത്. ഹരിയേട്ടൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? സംഘടന എന്നോട് ആ കാര്യങ്ങൾ ഇൻ്റർവ്യൂ ആയി കൊടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. മാന്യ ശേഷാദ്രിജിയാണ് അത്തരം കാര്യങ്ങൾ പറയാനായിട്ട് സംഘത്തിൻ്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ചെയ്യേണ്ടയാൾ. അതുകൊണ്ട് ബാംഗ്ലൂരിൽ അദ്ദേഹത്തെ കാണുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് മടങ്ങും. നമ്മൾ ആലോചിക്കണം, അടിയന്തരാവസ്ഥ മാറ്റപ്പെട്ട് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമടിപ്പിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിച്ചപ്പോൾ അതിനുവേണ്ടി അഹോരാത്രം യാതനയും വേദനയും സഹിച്ചുകൊണ്ട് അതിൻ്റെ സന്ദേശം, അതിനുവേണ്ടിയുള്ള സാഹസികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരാളോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനില്ല, സംഘ സിസ്റ്റത്തിൽ ഇന്ന ആളാണ് പറയേണ്ടത്. അങ്ങനെയാണ് ശേഷാദ്രിജയുടെ ഒരു ഫുൾ പേജിൽ അന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് അന്ന് വന്ന കാര്യമെന്ന് ഞാൻ ഓർക്കുന്നു. ഇവിടെയാണ് can say a public worker with a difference. ആ ഡിഫറൻസ് ഒരു മർമ്മമാണ്. ആ മർമ്മത്തെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ സാധിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അത് അവരെ പ്രകീർത്തിക്കാൻ വേണ്ടിയല്ല, അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയല്ല, പുതിയ തലമുറയ്ക്കുള്ള ഗ്യാരണ്ടി എന്നുള്ള നിലയിൽ അത് ചെയ്യണം. ശ്രീ ലക്ഷ്മിബായി ധർമ്മപ്രകാശൻ അത് മുന്നോട്ട് വന്നത് ഉചിതമായി. ഞാൻ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്രശംസനാകുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. ഈ പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി എല്ലാവരെയും അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്.